നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ കുടിവെള്ളം കിട്ടാതെ തോരാമഴയത്തും നെട്ടോട്ടമോടി പൊതുജനം. കുപ്പിവെള്ളം പോലും കിട്ടാനില്ലാത്ത സാഹചര്യം. 9 സ്കൂളുകൾക്കടക്കം അവധി. UK-യിൽ പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 4 കുറയ്ക്കണമെന്ന് ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ. ആവശ്യം പുതിയ അധ്യാപകരെ നിയമിക്കുന്നതും നിലവിലുള്ളവരെ പിടിച്ചു നിർത്തുന്നതിനും വേണ്ടി. അധ്യാപകർക്ക് എല്ലാ ആഴ്ചയിലും ഒരു അധിക അവധി നൽകാൻ സ്കൂളുകൾക്ക് അനുവാദം നൽകണമെന്നും ആവശ്യം. പുതിയ ഡിസൈനിലുള്ള ബ്രിട്ടീഷ് പാസ്പോർട്ടുകൾ ഈ മാസം മുതൽ. പാസ്പോർട്ടിൽ ചാൾസ് രാജാവിന്റെ കോട്ട് ഓഫ് ആംസ് പ്രത്യക്ഷപ്പെടും. പുതിയ യുഗത്തിന്റെ തുടക്കമെന്ന് ഹോം ഓഫീസ്. റിയൽ ഐഡിയോ പാസ്പോർട്ടോ ഇല്ലാതെ വിമാനയാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ നിന്ന് ഫെബ്രുവരി 1 മുതൽ $45 ഫീസ് ഈടാക്കുമെന്ന് US ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ. രാജ്യം വിടാൻ വെനസ്വേല പ്രസിഡന്റ് നിക്കോസ് മഡൂറോയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. ഉടനടി സ്ഥാനമൊഴിയാൻ വിസമ്മതിച്ച് നിക്കോളാസ് മഡൂറോ. ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ലോക്സഭയിൽ ബഹളം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി അംഗീകരിക്കാൻ ചില പാർട്ടികൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരിച്ചടിച്ച് പ്രിയങ്ക ഗാന്ധി. സ്മാർട്ട് ഫോണുകളിൽ ടെലികോം വകുപ്പിന്റെ സഞ്ചാർ സാധി മൊബൈൽ ആപ്പ് നിർബന്ധമാക്കുന്നു. 90 ദിവസത്തിനുള്ളിൽ എല്ലാ കമ്പനികളും ഇനി നിർമ്മിക്കാനിരിക്കുന്ന ഫോണുകളിലും ഇതിനകം വിപണിയിലെത്തിച്ച ഫോണുകളിലും ഈ ആപ്പ് നിർബന്ധമാക്കാൻ നിർദ്ദേശം. KSRTC ഡ്രൈവർ നേമം സ്വദേശി യദുവിനെ ആക്രമിച്ചെന്ന കേസിൽ മേയർ ആര്യ രാജേന്ദ്രൻ, ബാലുശ്ശേരി MLA സച്ചിൻ ദേവ്, മേയറുടെ സഹോദരൻ KM അരവിന്ദിന്റെ ഭാര്യ ആര്യ എന്നിവരെ ഒഴിവാക്കി പോലീസ് കുറ്റപത്രം. ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരം തുടങ്ങി. ഇന്നലെ രാത്രി മുതൽ ഭക്ഷണം ഒഴിവാക്കിയതായി പൂജപ്പുര ജയിൽ അധികൃതർ. വാർത്തകൾ വിശദമായി. ബ്രിട്ടനിലെമ്പാടും തോരാമഴയാണ് കഴിഞ്ഞ 2 ദിവസമായി. കാറ്റും മൂടിക്കെട്ടിയ അന്തരീക്ഷവും തണുപ്പുമായി രാവും പകലും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ ജനങ്ങൾ പ്രയാസം നേരിടുമ്പോൾ കെന്റിലെ ടെൻബ്രിഡ്ജ് വെൽസിൽ നിന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു വാർത്തയെത്തുന്നു. ഈ പ്രദേശത്തെ ജനങ്ങൾ 3 ദിവസമായി കുടിവെള്ളം കിട്ടാതെ തോരാമഴയത്തും നെട്ടോട്ടമോടുകയാണ്. ഒരു മുന്നറിയിപ്പില്ലാതെ എത്തിയ കുടിവെള്ളക്ഷാമമായിരുന്നതിനാൽ പ്രദേശത്തെ കടകളിൽ ഒന്നും ഒരു ബോട്ടിൽ വെള്ളം പോലും കിട്ടാനില്ലാത്ത സാഹചര്യമാണ്. ടെൻബ്രിഡ്ജ് വെൽസിൽ വിതരണം ചെയ്യുന്ന സപ്ലൈ ടാങ്കിൽ മാലിന്യം കലർന്ന രാസപദാർത്ഥം വെള്ളം ശുചീകരിക്കാൻ ഉപയോഗിച്ചതിനാലാണ് ഈ പ്രതിസന്ധി ഉടലെടുത്തത്. പ്രശ്നപരിഹാര വേഗം ഉണ്ടാകുമെന്നാണ് കരുതിയതെങ്കിലും കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കുമെന്നുറപ്പായതോടെ 9 സ്കൂളുകൾക്കടക്കം അവധി നൽകിയാണ് കൗൺസിൽ മുൻകരുതൽ എടുത്തിരിക്കുന്നത്. ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുമോ എന്ന ഭയവും ഉടലെടുത്തിട്ടുണ്ട്. ഇന്നലെയും വെള്ളം കിട്ടായതായതോടെ പ്രദേശത്തെ മലയാളികൾ നേരിടുന്ന ബുദ്ധിമുട്ട് ബ്രിട്ടീഷ് മലയാളികളുടെ ശ്രദ്ധയിലും എത്തുകയാണ്. ഇതൊരു താൽക്കാലിക പ്രയാസം മാത്രമാണെങ്കിലും അത് പരിഹരിക്കാൻ ലോകശക്തി എന്ന് ഉച്ചം കൊള്ളുന്ന ബ്രിട്ടന് സാധിക്കാത്ത സാഹചര്യത്തിലാണ് ദേശീയ മാധ്യമങ്ങളിലടക്കം ലൈവ് വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഓരോ മണിക്കൂറും പ്രതിസന്ധി സംബന്ധിച്ച ലൈവ് വാർത്തകളുമായി BBC 2 ദിവസമായി രംഗത്തുണ്ടായിരുന്നിട്ടും എങ്ങനെയാണ് പരിഹാരമെന്ന ഒരൊത്തും പിടിയുമില്ലാത്ത അവസ്ഥയിലാണ് കുടിവെള്ള വിതരണ ചുമതലയുള്ള കമ്പനി സൗത്ത് ഈസ്റ്റ് വാട്ടറിന്റെ നിലപാട്. കമ്പനി ചുമതലക്കാരൻ ഡേവിഡ് ഹിൻഡൻ രാജിവെക്കണമെന്ന് പ്രാദേശിക MPമാരടക്കം ആവശ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സ്കൂളുകൾക്കും മറ്റും അവധി പ്രഖ്യാപിച്ചത്. ഇത്തരം ഒരു പ്രശ്നം പോലും അതിവേഗം പരിഹരിക്കാൻ ബ്രിട്ടന്റെ സാങ്കേതിക വൈദഗ്ധ്യത്തിന് പറ്റുന്നില്ലെങ്കിൽ ദേശവ്യാപകമായ ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെയാണ് രാജ്യം അതിനെ തരണം ചെയ്യുക എന്നതാണ് രോക്ഷാകുലരായ പ്രദേശവാസികൾ ഇപ്പോൾ ഉയർത്തുന്ന ചോദ്യം. മൂന്നാം ലോക രാജ്യങ്ങളെ ആവശ്യത്തിനും അനാവശ്യത്തിനും കുടിവെള്ളത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഒക്കെ പേരിൽ കളിയാക്കുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ ശക്തികൾക്ക് ഒരു നിസ്സാര പ്രശ്നം പോലും കൈകാര്യം ചെയ്യാൻ കാര്യപ്രാപ്തിയില്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ടെൻബ്രിഡ്ജ് വെൽസിലെ കുടിവെള്ള പ്രതിസന്ധിയെ കളിയാക്കുന്നത്. UK-യിൽ ബ്ലാക്ക് ഫ്രൈഡേ കഴിഞ്ഞുപോയെങ്കിലും ഓഫറുകളുടെ കുത്തൊഴുക്ക് തുടരുകയാണ്. സൈബർ മൺഡേയും എത്തുന്നതോടെ ക്രിസ്തുമസിന് മുൻപായി നിങ്ങൾക്ക് ആഗ്രഹിച്ച വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാനുള്ള അവസരം ഇപ്പോഴും തുടരുകയാണ്. ആമസോൺ, ലേക്ക്ലാൻഡ്, ബൂട്ട്സ്, ജോൺ ലൂയിസ്, ആർഗോസ് തുടങ്ങിയ ചെറുതും വലുതുമായ ബ്രാൻഡുകൾ അവരുടെ ആദായ വിൽപ്പന വീണ്ടും നീട്ടിയിരിക്കുകയാണ്. അവരിൽ പലരും പുതിയ ഡീലുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അതാത് വെബ്സൈറ്റുകളിൽ വിലയടക്കം എല്ലാ വിവരങ്ങളും നൽകിയിട്ടുമുണ്ട്. ഐഫോണുകൾ, ലാപ്ടോപ്പുകൾ, ടിവികൾ തുടങ്ങിയവ മുതൽ ഫർണിച്ചറുകളും കുറഞ്ഞ വിലയ്ക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളും ആകർഷണീയമായ വിലയ്ക്ക് ലഭ്യമാണ്. കാൻകോമിൽ നിന്നുള്ള ഹിപ്നോസ് മാസ്കാര ഇപ്പോൾ 9 പൗണ്ട് കിഴിവോടെയാണ് ലഭിക്കുന്നത്. 30 പൗണ്ട് വിലയുള്ള ഇത് ഇപ്പോൾ 21 പൗണ്ടിൽ ലഭിക്കും. അതുപോലെ വീട്ടുപകരണങ്ങളിലാണെങ്കിൽ 16.99 പൗണ്ട് വിലയുള്ള 2 ആഡം ഹോം തലയണകൾ ഇപ്പോൾ ലഭിക്കുന്നത് 11.47 പൗണ്ടിനാണ്. UK-യിൽ കാർ ഷെയറിംഗ് കമ്പനിയായ സിപ്കാർ ഈ വർഷം അവസാനത്തോടെ അടച്ചുപൂട്ടുമെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചു. അമേരിക്കയിൽ 2000-ൽ ആരംഭിച്ച ഈ കാർ ക്ലബ്ബ് അവരുടെ ഉപഭോക്താക്കളോട് പറഞ്ഞത് തങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുമായി കൺസൾട്ടേഷൻ നടത്തുമെന്നുമാണ്. ബുക്കിംഗുകളും താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ് എന്ന് UK ജനറൽ മാനേജർ ജെയിംസ് ടൈലർ ഉപഭോക്താക്കൾക്ക് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നു. 2025 ഡിസംബർ 31-ന് ശേഷമുള്ള തീയതികളിൽ ബുക്കിംഗ് ചെയ്യാൻ സാധിക്കുകയില്ല. അതേസമയം ക്രിസ്തുമസ് കാലത്തേക്ക് ബുക്ക് ചെയ്ത ഉപഭോക്താക്കൾക്ക് സേവനം ഉറപ്പാക്കും.
അതേസമയം പുതുവത്സരാരംഭം കഴിഞ്ഞും ആർക്കെങ്കിലും ബുക്കിംഗ് ഉണ്ടെങ്കിൽ അവരുമായി പ്രത്യേകമായി ബന്ധപ്പെടുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിസംബർ 31 ശേഷം ബുക്ക് ചെയ്തവർക്ക് തുക പൂർണ്ണമായും റീഫണ്ട് ചെയ്യപ്പെടും. മാത്രമല്ല ക്യാൻസലേഷൻ ഫീസ് ഈടാക്കുകയുമില്ല. 2020 കണക്കുകൾ പ്രകാരം ലണ്ടനിൽ മാത്രം ഈ കാർ ക്ലബിന് 5 ലക്ഷത്തിലേറെ ഉപഭോക്താക്കളാണ് ഉണ്ടായിരുന്നത്. UK പുതിയ അധ്യാപകരെ നിയമിക്കുന്നതും നിലവിലുള്ളവരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നതും മെച്ചപ്പെടുത്തുന്നതിനുമായി പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 4 കുറയ്ക്കണമെന്ന് ബ്രിഡ്ജറ്റ് ഫിലിപ്സൺ ആവശ്യപ്പെട്ടു. എല്ലാ ആഴ്ചയിലും അധ്യാപകർക്ക് ഒരു അധിക അവധി നൽകാൻ സ്കൂളുകൾക്ക് അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് ഫോർഡേ ഫൗണ്ടേഷൻ എഡ്യൂക്കേഷൻ സെക്രട്ടറിക്ക് കത്തു നൽകി. പൂർണ്ണ സമയ ജോലിക്കാർക്ക് പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 4 കുറയ്ക്കണമെന്ന് വാദിക്കുന്നതാണ് ഈ ഗ്രൂപ്പ്. UK സ്കൂളുകളിൽ അധ്യാപകരുടെ അവധി ദിനങ്ങൾ മാറ്റി. എല്ലാ ദിവസവും പഠനം മുൻപോട്ട് കൊണ്ടുപോകാൻ ആവശ്യത്തിനുള്ള അധ്യാപകർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ക്രമീകരിച്ചാൽ ഇത് സാധ്യമാകുമെന്നാണ് അവർ പറയുന്നത്. അധ്യാപകരുടെ ക്ഷാമത്തെ അഭിമുഖീകരിക്കാൻ ഈ പദ്ധതി ഇംഗ്ലണ്ടിലും വെയിൽസിലും പരീക്ഷണാർത്ഥം തുടങ്ങണമെന്നും ഫൗണ്ടേഷൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതുവഴി ലേബർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന പുതിയതായി 6500 അധ്യാപകരെ നിയമിക്കുമെന്ന വാഗ്ദാനം പാലിക്കാൻ കഴിയുമെന്നും അവർ പറയുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് അധ്യാപകർക്ക് അവരുടെ സൗകര്യം അനുസരിച്ച് ആഴ്ചയിൽ 4 ദിവസങ്ങളിൽ ജോലി ചെയ്യാവുന്ന വിധത്തിൽ സർക്കാർ ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഇതനുസരിച്ച് ബോധത്തിനായുള്ള തയ്യാറെടുപ്പുകൾക്കും അതുപോലെ മാർക്കിങ്ങിനുമായി അധ്യാപകർക്ക് ആഴ്ചയിൽ 1 ദിവസം ലഭിക്കും. നിലവിൽ സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകളും ആഴ്ചയിൽ 5 ദിവസം രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും പ്രവർത്തിക്കണമെന്നതാണ് ഇംഗ്ലണ്ടിലെ നിയമം അനുശാസിക്കുന്നത്. UK ക്ലബ് കാർഡ് പദ്ധതിയിൽ ആകർഷണീയമായ മാറ്റമാണ് ഡിസംബർ മാസം ടെസ്കോ കൊണ്ടുവരുന്നത്. ഓരോ ഗിഫ്റ്റ് കാർഡ് പർച്ചേസുകളിലും അംഗങ്ങൾക്ക് ഇരട്ടി പോയിന്റ് ലഭിക്കുന്നതാണ് പുതിയ പദ്ധതി. ഇതനുസരിച്ച് ഉപഭോക്താക്കൾക്ക് നടത്തുന്ന ഓരോ പൗണ്ടിന്റെയും പർച്ചേസിന് അവർക്ക് 2 പോയിന്റുകൾ വീതം ലഭിക്കും. ഈ അധിക പോയിന്റുകൾ തങ്ങളുടെ ക്ലബ്ബ് കാർഡ് റിവാർഡ് പാർട്ണറുമായി കൈമാറ്റം ചെയ്യുമ്പോൾ കൂടുതൽ മൂല്യം ലഭിക്കുമെന്നും ടെസ്കോ പറയുന്നു. നിങ്ങൾ പർച്ചേസിനായി ചിലവാക്കിയ തുകയുടെ 4% മൂല്യം ഈ കാർഡ് നിങ്ങൾക്ക് മടക്കി നൽകും. ചില്ലറ വ്യാപാരികൾ, റെസ്റ്റോറന്റുകൾ, എന്റർടൈൻമെന്റ് ബ്രാഞ്ചുകൾ എന്നിവ ഉൾപ്പെടെ മൂന്നാം കക്ഷികളുടെ വൈവിധ്യമാർന്ന ഗിഫ്റ്റ് കാർഡുകൾ ടെസ്കോ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ക്രിസ്തുമസ് കാലത്ത് ഏറ്റവും അധികം ഉപഭോക്താക്കൾ താല്പര്യപ്പെടുന്ന ഒന്നാണ് ഗിഫ്റ്റ് കാർഡുകൾ എന്ന് സ്വയം നടത്തിയ പഠനത്തെ ആസ്പദമാക്കി ടെസ്കോ പറയുന്നു. 58% ഉപഭോക്താക്കൾക്കാണ് ഗിഫ്റ്റ് കാർഡ് ലഭിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞത്. ഡിസംബർ 1 മുതൽ 31 വരെ ഈ ഡബിൾ പോയിന്റ് പദ്ധതി പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കും. ടെസ്കോ സ്റ്റോറുകളിൽ നിന്നും വാങ്ങുന്ന എല്ലാ തേർഡ് പാർട്ടി ഗിഫ്റ്റ് കാർഡ് പർച്ചേസുകൾക്കും ഇത് ബാധകവുമായിരിക്കും. പുതിയ ഡിസൈനിലുള്ള ബ്രിട്ടീഷ് പാസ്പോർട്ടുകൾ ഈ മാസം മുതൽ വിതരണം ചെയ്തു തുടങ്ങും. ഇതാദ്യമായി പാസ്പോർട്ടിൽ ചാൾസ് രാജാവിന്റെ കോട്ട് ഓഫ് ആംസ് പ്രത്യക്ഷപ്പെടും. ഇത് പുതിയ യുഗത്തിന്റെ തുടക്കം എന്നാണ് ഒക്ടോബറിൽ ഇതിനെ ഹോം ഓഫീസ് വിശേഷിപ്പിച്ചത്. മാത്രമല്ല 5 വർഷക്കാലത്തിനിടയിൽ ഇതാദ്യമായാണ് പാസ്പോർട്ടിന് മൊത്തത്തിൽ ഒരു മാറ്റം ഡിസൈൻ നൽകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എലിസബത്ത് രാജ്ഞിയുടെ കോട്ട് ഓഫ് ആംസിന് പകരമായി ചാൾസ് രാജാവിന്റെ കോട്ട് ഓഫ് ആംസ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക മുദ്രാവാക്യമായ ഡിയോ എറ്റ് മോൺട്രോയിഡ് വായിക്കാൻ കുറെ കൂടി എളുപ്പമുള്ള രീതിയിലായിരിക്കും പുതിയ പാസ്പോർട്ടിൽ ഉണ്ടാവുക. അതുപോലെ ഷീൽഡിന്റെ ഇരുവശങ്ങളിലുമായുള്ള ഇംഗ്ലണ്ടിന്റെയും സ്കോട്ട്ലാൻഡിന്റെയും പ്രതിദാനം ചെയ്യുന്ന സിംഹത്തിനും യൂണിക്കോണിനും ചില രൂപമാറ്റവും സംഭവിക്കും. പാസ്പോർട്ടിനകത്ത് UK 4 അംഗരാജ്യങ്ങളെയും പ്രതിദാനം ചെയ്യുന്ന സൂചകങ്ങൾ ഉണ്ടായിരിക്കും. വിസ സ്റ്റാമ്പ് ചെയ്യുന്ന പേജുകളിൽ യുനെസ്കോ സംരക്ഷിത പ്രദേശങ്ങളായ ബെൻ നെവിസ്, ദി ലേക്ക് ഡിസ്ട്രിക്ട്, 3 ക്ലിഫ് ബേ, ജെയിൻസ് കോസോ എന്നിവയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുമുണ്ടാകും. രൂപകൽപ്പനയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്ക് പുറമെ പുതിയ പാസ്പോർട്ടിൽ ആന്റി ഫോർജറി സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായ ബ്രിട്ടീഷ് പാസ്പോർട്ടാണിതെന്നാണ് ഹോം ഓഫീസ് അവകാശപ്പെടുന്നത്. ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇംഗ്ലണ്ടിലെ ഡോക്ടർമാർക്ക് മറ്റൊരു വട്ടം കൂടി സമരത്തിനിറങ്ങുകയാണ്. ഡിസംബറിൽ റെസിഡന്റ് ഡോക്ടർമാർ 5 ദിവസത്തെ സമരത്തിനിറങ്ങുമെന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ പ്രഖ്യാപിച്ചു. ഡിസംബർ 17 മുതൽ 5 ദിവസത്തേക്കായിരിക്കും സമരം. 2023 മാർച്ചിന് ശേഷം ഡോക്ടർമാർ നടത്തുന്ന 14ാമത്തെ സമരമാണ്. ഇത് ആശുപത്രികളുടെയും മറ്റ് ആരോഗ്യ സംരക്ഷണ വിഭാഗങ്ങളുടെയും പ്രവർത്തനങ്ങളെ വലിയ തോതിൽ തന്നെ അവതാളത്തിലാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ക്രിസ്തുമസ് കാലം ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളികൾ ഉയർത്തുന്ന സമയമാണെന്ന് ചൂണ്ടിക്കാട്ടിയ NHS അധികൃതർ ഈ സമയത്ത് തന്നെ സമരം പ്രഖ്യാപിച്ച BMAയുടെ നടപടി അത്യധികം പ്രകോപനപരമാണെന്നും ആരോപിച്ചു. എന്നാൽ സർക്കാരിൽ നിന്നും വിശ്വാസയോഗ്യമായ ഒരു ഓഫർ ലഭിക്കാത്തിടത്തോളം കാലം സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ് യൂണിയൻ പറയുന്നത്. ഒക്ടോബറിലെ അപ്രതീക്ഷിത ആശുപത്രി സന്ദർശനം ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചതിന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശദമായ ആരോഗ്യ റിപ്പോർട്ട് വൈറ്റ് ഹൌസ് പുറത്തുവിട്ടു. പ്രസിഡന്റിന്റെ വ്യക്തിഗത ഡോക്ടർ ഷോൺ ബാർബബെല്ല പുറത്തുവിട്ട മെമ്മോയിൽ ട്രംപിന്റെ ഹൃദയാരോഗ്യവും ഉദരവും പൂർണ്ണമായും സാധാരണ നിലയിലാണെന്നും മൊത്തത്തിലുള്ള ആരോഗ്യനില എക്സലന്റ് ആണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വാൾട്ടർ റീഡ് നാഷണൽ മിലിറ്ററി മെഡിക്കൽ സെന്ററിൽ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ താൻ തയ്യാറാണെന്ന് ഫ്ലോറിഡയിലെ മാറിയ ലാഗോയിൽ നിന്ന് വാഷിംഗ്ടണിലേക്കുള്ള യാത്രക്കിടെ പത്രപ്രവർത്തകരോട് പ്രതികരിക്കവേ 78-കാരനായ ട്രംപ് പറഞ്ഞു. റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പുറത്തുവിടാമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. വൈറ്റ് ഹൌസ് പുറത്തുവിട്ട വിശദീകരണം പ്രകാരം പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ആരോഗ്യ പരിശോധനയുടെ ഭാഗമായാണ് MRI സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തിയത്.
പ്രായപരമായ സാഹചര്യത്തിൽ ഹൃദയാരോഗ്യവും ഉദര അസ്വസ്ഥതയും സുതാര്യമായി വിലയിരുത്താനുള്ള മുൻകരുതൽ നടപടിയാണിത്. ഹൃദയവുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള തടസ്സമോ അസാധാരണതയോ കണ്ടെത്തിയിട്ടില്ല. ഹൃദയാറകൾ സാധാരണ വലിപ്പത്തിലും രക്തക്കുഴലുകൾ നിത്യനിറവിലുള്ളതും ദൃഢവുമായ നിലയിലാണ്. അണുബാധയുടെയോ രക്തം കട്ടപിടിച്ചതിന്റെയോ ലക്ഷണങ്ങളില്ല. ഉദരാവയവങ്ങളുടെ ഇമേജിംഗും തികച്ചും സാധാരണമാണ്. വിലയിരുത്തിയ എല്ലാ പ്രധാന അവയവങ്ങളും ആരോഗ്യകരമായി പ്രവർത്തിക്കുന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ട്രംപിന്റെ പ്രായത്തിൽ സാധാരണയായി നിർദ്ദേശിക്കപ്പെടുന്ന ഈ തരത്തിലുള്ള പരിശോധനകൾ അദ്ദേഹത്തിന്റെ മൊത്തം ആരോഗ്യനില മികച്ചതാണെന്ന് സ്ഥിരീകരിക്കുന്നു. റിയൽ ഐഡിയോ പാസ്പോർട്ടോ ഇല്ലാതെ വിമാനയാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ നിന്ന് ഫെബ്രുവരി 1 മുതൽ $45 ഫീസ് ഈടാക്കുമെന്ന് US ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ പ്രഖ്യാപിച്ചു. ആദ്യം അറിയിച്ചിരുന്നത് $18 ആയിരുന്നു. പിന്നീട് അതിൽ നിന്നുള്ള വലിയ വർധനവാണിത്. TSAയുടെ വിശദീകരണ പ്രകാരം മെച്ചപ്പെടുത്തിയ സുരക്ഷാ പരിശോധനകൾക്കായി ആവശ്യമായ സോഫ്റ്റ്വെയർ, ജീവനക്കാരുടെ നിയമനം തുടങ്ങിയ ചെലവുകൾ നിറവേറ്റാനാണ് ഈ ഫീസ് ഉപയോഗിക്കുന്നത്. യാത്രക്കാരുടെ ബയോമെട്രിക്, വിവര പരിശോധന എന്നിവയടക്കമുള്ള സാങ്കേതിക സംവിധാനത്തിനും ഇതിലൂടെ ധനസഹായം ലഭിക്കും. അപര്യാപ്തമായ ID പരിശോധിക്കുന്ന ചെലവ് നികുതിദായകരിൽ നിന്നല്ല, യാത്രക്കാരിൽ നിന്നായിരിക്കും വരേണ്ടതെന്നാണ് ഈ ഫീസ് ഉറപ്പാക്കുന്നതെന്ന് TSAയുടെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ചുമതലയുള്ള ആഡം സ്റ്റാൾ അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് തങ്ങളുടെ ഏറ്റവും വലിയ മുൻഗണനയെന്നും യാത്ര വൈകിപ്പോകാതിരിക്കാനും വിമാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും എല്ലാ യാത്രക്കാരും ഉടൻ റിയൽ ID അല്ലെങ്കിൽ അംഗീകരിച്ച തിരിച്ചറിയൽ രേഖ നേടണമെന്നും ആഡം സ്റ്റാൾ പറഞ്ഞു. യാത്രക്കാർക്ക് ഈ ഫീസ് സുരക്ഷാ പരിശോധന പോയിന്റ് എത്തുന്നതിന് മുൻപ് ഓൺലൈൻ വഴിയും അടയ്ക്കാനാവും. അടച്ചവർക്ക് TSA ഓഫീസർമാർക്ക് കാണിക്കാനുള്ള ഇമെയിൽ സ്ഥിരീകരണം ലഭിക്കും. മുൻകൂർ പണം അടയ്ക്കാത്തവരെ സുരക്ഷാ നിരയിൽ നിന്ന് മാറ്റി നിർത്തി 30 മിനിറ്റ് വരെ സമയമെടുക്കുന്ന തിരിച്ചറിയൽ പരിശോധന നടത്തേണ്ടി വരും. TSAയുടെ കണക്കുകൾ പ്രകാരം യാത്രക്കാരിൽ 94% പേർ ഇതിനകം റിയൽ ID അല്ലെങ്കിൽ അംഗീകരിച്ച തിരിച്ചറിയൽ രേഖകളാണ് ഉപയോഗിക്കുന്നത്. ഈ വർഷം മുതൽ അമേരിക്കയിലെ ആഭ്യന്തര യാത്രകൾക്കായി റിയൽ ID, ഡ്രൈവിംഗ് ലൈസൻസ്, എൻഹാൻസ് ഡ്രൈവർ ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് പോലുള്ള അംഗീകരിച്ച മറ്റേതെങ്കിലും തിരിച്ചറിയൽ രേഖ നിർബന്ധമാണ്. രാജ്യം വിടാൻ വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയെന്ന് റിപ്പോർട്ട്. നിക്കോളാസ് മഡൂറോയ്ക്ക് ട്രംപ് കർശന നിർദ്ദേശം നൽകിയതായി മയാമി ഹെറാൾഡിനെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. നിങ്ങൾക്കും ഭാര്യയ്ക്കും മകനും സുരക്ഷിതമായി രാജ്യം വിടാൻ വഴിയൊരുക്കാം. നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളെയും സംരക്ഷിക്കാം. ഉടനടി രാജിവെക്കണം, രാജ്യം വിടണം എന്ന് മഡൂറോയോട് ട്രംപ് പറഞ്ഞതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഉടനടി സ്ഥാനമൊഴിയാൻ വിസമ്മതിച്ച നിക്കോളാസ് മഡൂറോ നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നും രാഷ്ട്രീയ നിയന്ത്രണം വിട്ടു നൽകാമെങ്കിലും സായുധ സേനയുടെ നിയന്ത്രണം നിലനിർത്താൻ അനുവദിക്കണമെന്നും ഉൾപ്പെടെ ഏതാനും ആവശ്യങ്ങൾ ഉന്നയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മഡൂറോയുമായി ഫോണിൽ സംസാരിച്ചെന്ന് സ്ഥിരീകരിച്ച ട്രംപ് എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായില്ല. നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ സംഭാഷണം നടന്നതെന്ന് ഞാൻ പറയില്ല. അതൊരു ഫോൺ സംഭാഷണമായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. നവംബർ 21 നടന്നതായി സൂചനയുള്ള ഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ US, വെനസ്വേല സർക്കാരുകളും തയ്യാറായിട്ടില്ല. ഇതിനുശേഷം ട്രംപും മഡൂറോയും തമ്മിൽ ആശയവിനിമയം നടന്നിട്ടില്ല എന്നാണ് വിവരം. വെനസ്വേലയുടെ വ്യോമാതിർത്തി പൂർണ്ണമായി അടച്ചെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ സംസാരിക്കാൻ മഡൂറോ ശ്രമിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല എന്ന് മയാമി ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.76 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.14 യൂറോ, ഒരു US ഡോളർ 89.23 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 103.51 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 64.2 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. ബുക്ക് യുവർ ഇൻഡിഗോ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഈസിലി ആൻഡ് സേഫ്ലി വിത്ത് ആനന്ദ് ട്രാവൽ. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ലോക്സഭയിൽ ബഹളം. സഭ 12 മണിവരെ നിർത്തിവെച്ചു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയത്തിന് KC വേണുഗോപാൽ നോട്ടീസ് നൽകി. എന്നാൽ ചർച്ച അനുവദിക്കാനാകില്ല എന്ന് സ്പീക്കർ അറിയിച്ചു. ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു. അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി അംഗീകരിക്കാൻ ചില പാർട്ടികൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് മുന്നോടിയായി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ബീഹാറിലെ NDA ജയവും തിരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ വലിയ പങ്കാളിത്തം പ്രതീക്ഷ നൽകുന്നതാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരാജയത്തിന്റെ നിരാശയിൽ നിന്ന് പ്രതിപക്ഷം പുറത്തു വരണം. പ്രതിപക്ഷം അവരുടെ ചുമതല നിർവഹിക്കണം. പ്രധാന പ്രശ്നങ്ങൾ ഉന്നയിക്കണം. നിർഭാഗ്യവശാൽ ചില പാർട്ടികൾക്ക് പരാജയം അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ചില പൊടിക്കൈകൾ നൽകാൻ താൻ തയ്യാറാണെന്നും എന്നാൽ ശൈത്യകാല സമ്മേളനം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തില്ല എന്ന് അവർ ഉറപ്പു നൽകണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പുതിയ അംഗങ്ങൾക്ക് പാർലമെന്റിൽ കൂടുതൽ അവസരം ലഭിക്കണം. അതിലൂടെ രാജ്യത്തിന് പ്രയോജനം ലഭിക്കണം. നാടകം കളിക്കുന്നതിന് നിരവധി സ്ഥലങ്ങൾ ലഭിക്കും. പാർലമെന്റിൽ നാടകമല്ല, പ്രവർത്തനമാണ് വേണ്ടത്. രാഷ്ട്ര നിർമ്മാണത്തിൽ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന സമ്മേളനത്തിൽ ആണവോർജ്ജ ബിൽ ഉൾപ്പെടെയുള്ള 14 ബില്ലുകൾ പരിഗണിക്കും. SIR വിഷയത്തിൽ പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ടു. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ചകളും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ചട്ടമനുസരിച്ച് സമ്മേളനം മുന്നോട്ടു പോകുമെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞത്. അതേസമയം 20 നിന്ന് 15 ദിവസത്തേക്ക് സമ്മേളനം വെട്ടിക്കുറച്ചതോടെ സർക്കാർ ജനാധിപത്യത്തെ ഇല്ലാതാക്കുകയാണ് എന്ന് കോൺഗ്രസും DMKയും ആരോപിച്ചു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽപ്പെട്ട ശേഷം വിദേശത്തേക്ക് കടന്നുകളഞ്ഞ വിജയ് മല്യ, നീരവ് മോദി അടക്കം 15 പേർ പൊതുമേഖലാ ബാങ്കുകൾക്ക് തിരികെ നൽകേണ്ടത് 58,082 കോടി രൂപയെന്ന് കേന്ദ്രം ലോക്സഭയിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം വരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഇവരിൽ നിന്ന് ആകെ തിരിച്ചുപിടിക്കാനായത് 19,187 കോടി രൂപ മാത്രമാണ്. 15 പേരിൽ 9 പേർ വൻകിട സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്. ഇവർ പരിശീലനത്തിൽ മാത്രം 31,437 കോടി രൂപയും മുതലായി 26,645 കോടിയും നൽകാനുണ്ട്. വിജയ് മല്യ മാത്രം തിരിച്ചടക്കേണ്ടത് ഏകദേശം 10,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. കിങ്ഫിഷർ വിമാന കമ്പനിക്കായി എടുത്ത വായ്പകളെല്ലാം തിരിച്ചടച്ചുവെന്നാണ് അടുത്തിടെ ഒരു യൂട്യൂബ് അഭിമുഖത്തിൽ മല്യ പറഞ്ഞത്. സ്മാർട്ട് ഫോണുകളിൽ ടെലികോം വകുപ്പിന്റെ സഞ്ചാർ സാഥി മൊബൈൽ ആപ്പ് നിർബന്ധമാക്കുന്നു. 90 ദിവസത്തിനുള്ളിൽ എല്ലാ കമ്പനികളും ഇനി നിർമ്മിക്കാനിരിക്കുന്ന ഫോണുകളിലും ഇതിനകം വിപണിയിൽ എത്തിച്ച ഫോണുകളിലും ഈ ആപ്പ് നിർബന്ധമാക്കാനാണ് നിർദ്ദേശം. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണുകളിലും അപ്ഡേറ്റ് ആയി സഞ്ചാർ സാഥി ആപ്പ് എത്തും. വ്യാജമായതോ തട്ടിപ്പിൽ ഉൾപ്പെട്ടതോ ആയ IMEI നമ്പറുള്ള ഫോണല്ല ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കാനാണിതെന്നാണ് വിശദീകരണം. തട്ടിപ്പ് കോളുകൾ റിപ്പോർട്ട് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും അടക്കമുള്ള സേവനങ്ങൾ സഞ്ചാർ സാഥിയിൽ ലഭ്യമാണ്. ആപ്പ് ഉപഭോക്താവിന് നീക്കം ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ കഴിയാത്ത തരത്തിലായിരിക്കും. ഇന്ത്യയിൽ നിർമ്മിച്ചതോ ഇറക്കുമതി ചെയ്തതോ ആയ ഫോണുകൾക്ക് നിർദ്ദേശം ബാധകമാണ്. പുതിയ ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആപ്പ് ലഭ്യമാകുന്ന തരത്തിലായിരിക്കണം ക്രമീകരണം. ആദ്യമായാണ് ഒരു സർക്കാർ ആപ്പ് നിർബന്ധമായും ഫോണിൽ സൂക്ഷിക്കണമെന്ന ചട്ടം കേന്ദ്രം ഇറക്കുന്നത്. ഇത് സ്വകാര്യതാ ലംഘനമാണെന്നും ആക്ഷേപമുണ്ട്. ടെലികോം സൈബർ സുരക്ഷാ ചട്ടത്തിലെ പുതിയ അധികാരങ്ങൾ ഉപയോഗിച്ചാണ് ഉത്തരവ്. വ്യാജ IMEI നമ്പറുള്ള ഫോണുകൾ സൈബർ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതിനാലാണ് ആപ്പ് നിർബന്ധമാക്കുന്നതെന്ന് ഉത്തരവിൽ പറയുന്നു. വാട്സാപ്പ് പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കാൻ സിം കാർഡ് നിർബന്ധമാക്കിയ ഉത്തരവിന് പിന്നാലെ ആപ്പ് നിർബന്ധമാക്കിയത്. ആപ്പ് വഴി ഫോണുകളിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും ടെലികോം വകുപ്പിനെ അറിയിക്കാം. ഈ നമ്പറുകൾ കേന്ദ്രം ബ്ലോക്ക് ചെയ്യും. കൂടാതെ നഷ്ടപ്പെടുന്ന ഫോൺ മോഷ്ടാവ് ഉപയോഗിക്കാതിരിക്കാനും ട്രാക്ക് ചെയ്യാനുമുള്ള സംവിധാനം ഇതുവഴി ലഭിക്കും. അപേക്ഷ നൽകിയാൽ ഫോണിന്റെ IAEI നമ്പറുകൾ ബ്ലോക്ക് ആകും. ഫോൺ തിരികെ ലഭിച്ചാൽ ബ്ലോക്ക് നീക്കാം. ഒപ്പം നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ആരെങ്കിലും മറ്റ് മൊബൈൽ കണക്ഷനുകൾ എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും നിങ്ങൾ വാങ്ങുന്ന സെക്കൻഡ് ഹാൻഡ് ഫോൺ മുൻപ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതാണോ എന്ന് അറിയുകയും വാങ്ങും മുൻപ് തന്നെ ഇവയുടെ IMEI നമ്പർ ഉപയോഗിച്ച് ഫോൺ വാലിഡ് ആണോ എന്ന് നോക്കുകയും ചെയ്യാം. ഇന്ത്യൻ നമ്പറുകളുടെ മറവിൽ വിദേശ കോളുകൾ ലഭിച്ചാൽ റിപ്പോർട്ട് ചെയ്യാൻ സംവിധാനവും ആപ്പ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. KSRTC ഡ്രൈവർ നേമം സ്വദേശി യദുവിനെ ആക്രമിച്ചെന്ന കേസിൽ മേയർ ആര്യ രാജേന്ദ്രൻ, ബാലുശ്ശേരി MLA സച്ചിൻ ദേവ്, മേയറുടെ സഹോദരൻ KM അരവിന്ദിന്റെ ഭാര്യ ആര്യ എന്നിവരെ ഒഴിവാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. അരവിന്ദ് മാത്രമാണ് നിലവിൽ പ്രതി. യദു നൽകിയ സ്വകാര്യ ഹർജി പരിഗണിച്ച് കോടതി നിർദ്ദേശിച്ചതനുസരിച്ചാണ് കേസെടുത്തത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. മേയറെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് യദു വീണ്ടും കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. 2024 ഏപ്രിൽ 27 രാത്രി പാളയത്ത് വെച്ച് മേയറും ഭർത്താവും അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനം ഉപയോഗിച്ച് KSRTC ബസ് തടയുകയും ഡ്രൈവറുമായി വാക്കുതർക്കമുണ്ടായി എന്നുമാണ് കേസ്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് അശോക് P. നായർ ഹാജരായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതി 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി വിവരം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായ പീഡനത്തിനും നിർബന്ധിത ഗർഭചിത്രത്തിനും പിന്നാലെ അമിതമായി മരുന്ന് കഴിച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇതേ തുടർന്ന് ഏതാനും ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു. ഒരു തവണ കൈഞ്ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ചതായും യുവതി പോലീസിന് മൊഴി നൽകി. ഗർഭചിത്രം നടത്താൻ 2 ഗുളികകൾ തന്നെ കൊണ്ട് നിർബന്ധിച്ചു കഴിപ്പിച്ചതായി യുവതി ഡോക്ടറോട് വെളിപ്പെടുത്തിയിരുന്നു. ഇക്കാര്യം ഡോക്ടർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് ഊർജിതമാക്കി. മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുന്ന ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വന്ന ശേഷം മതി അറസ്റ്റിന്റെ കാര്യത്തിൽ തീരുമാനമെന്ന മുൻ നിലപാടാണ് മാറ്റിയത്. കേരളത്തിലും തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. രാഹുൽ പാലക്കാട്ട് നിന്ന് മുങ്ങിയ കാർ ഒരു യുവ നടിയുടേതാണെന്ന് പോലീസ് പറയുന്നു. ഇവരെ ചോദ്യം ചെയ്യും. കാർ കൈമാറാനുള്ള സാഹചര്യവും പരിശോധിക്കും. ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുകയും അവരെ തിരിച്ചറിയാൻ കഴിയും വിധം ചിത്രങ്ങളും വിവരങ്ങളും പുറത്തുവിടുകയും ചെയ്തെന്ന കേസിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരം തുടങ്ങി. ഇന്നലെ രാത്രി മുതൽ ഭക്ഷണം ഒഴിവാക്കിയതായി പൂജപ്പുര ജയിൽ അധികൃതർ പറയുന്നു. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. രാഹുൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ തള്ളിയിട്ടായിരുന്നു നടപടി. യുവതിയുടെ ചിത്രവും മറ്റു വിവരങ്ങളും സമൂഹ മാധ്യമത്തിൽ രാഹുൽ പങ്കുവച്ചെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. രാഹുലിന്റെ ലാപ്ടോപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും കണ്ടെത്തി. പൗടിക്കോണത്തെ വീട്ടിൽ ഇന്നലെ നടത്തിയ തെളിവെടുപ്പിലാണ് ലാപ്ടോപ്പ് പിടിച്ചെടുത്തത്. രാഹുലിനെതിരെ മുൻപും പല കേസുകളും ഉണ്ടായിട്ടുണ്ടെന്നും കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കാനും ഒളിവിൽ പോകാനും സാധ്യതയും ഉള്ളതിനാൽ അറസ്റ്റ് അനിവാര്യമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. നോട്ടീസ് പോലും നൽകാതെ അറസ്റ്റ് ചെയ്ത നടപടി നിയമവിരുദ്ധമാണെന്നും യുവതിയുടെ ചിത്രം ഒരിടത്തും പങ്കുവച്ചിട്ടില്ല എന്നും രാഹുൽ വാദിച്ചു.
രാഹുൽ ഈശ്വർ, KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ എന്നിവരടക്കം 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. 5-ാം പ്രതിയാണ് രാഹുൽ. 4-ാം പ്രതി സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ടീമിലെ മുതിർന്ന താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറുമായി ഭിന്നതയിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടെ നിർണായക ചർച്ചയ്ക്കൊരുങ്ങി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2-ാം ഏകദിന മത്സരം നടക്കുന്ന റായ്പൂരിൽ അതേ ദിവസം രാവിലെ പരിശീലകൻ, ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ എന്നിവരും BCCI പ്രതിനിധികളും ചർച്ച നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റ തോൽവി, രോഹിത്, കോഹ്ലി എന്നിവരുടെ ഏകദിന ടീമിലെ ഭാവി അടക്കമുള്ള കാര്യങ്ങളും മുതിർന്ന താരങ്ങളുമായി ഗംഭീറിന്റെ ബന്ധവും ചർച്ചയിൽ വരുമെന്നാണ് സൂചന. രോഹിത്, കോഹ്ലി എന്നിവരുമായുള്ള ഗംഭീറിന്റെ ബന്ധം അത്ര സുഖകരമല്ല എന്നാണ് സൂചന. ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിനു ശേഷം ഡ്രസ്സിംഗ് മുറിയിലേക്ക് മടങ്ങുന്ന കോഹ്ലി ഗംഭീറിനെ ശ്രദ്ധിക്കാതെ പോകുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഡ്രസ്സിംഗ് മുറിയിൽ രോഹിതും ഗംഭീറും തമ്മിൽ വാക്കുതർക്കമുണ്ടായതായും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.